ഒരു സാധാരണ പൗരന് ഒരു പക്ഷേ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും അജ്ഞത ഉണ്ടായിരിക്കാം. എന്നാൽ ഒരു IPS പദവിയിൽ ഇരുന്ന ഉദ്യോഗസ്ഥയ്ക്ക് അതിൽ അജ്ഞതയുണ്ട് എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്നാൽ ഇപ്പോൾ അത്തരത്തിൽ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായ പ്രവൃത്തി ചെയ്തതിന് ശ്രീലേഖ വലിയ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് പുരോഗമിക്കവേ സമൂഹ മാധ്യമത്തിലൂടെ പ്രീ പോൾ സർവേ പുറത്തുവിട്ട് BJP സ്ഥാനാർത്ഥിയും മുൻ DGPയുമായ R ശ്രീലേഖയാണ് വിവാദത്തിൽപ്പെട്ടിരിക്കുന്നത്. രാവിലെ ഫേസ്ബുക്കിലൂടെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ലീഡ് നില സംബന്ധിച്ച പ്രീ പോൾ സർവേ ശ്രീലേഖ പുറത്തുവിട്ടത്. കോർപ്പറേഷനിലെ ശാസ്തമംഗലം ഡിവിഷനിൽ നിന്നുള്ള BJP സ്ഥാനാർത്ഥിയാണ് നിലവിൽ R ശ്രീലേഖ. പ്രീ പോൾ സർവേ പുറത്തുവിട്ടതിന് പിന്നാലെ സംഭവം ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവ് K മുരളീധരൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ശ്രീലേഖയ്ക്കെതിരെ രേഖാമൂലമാണ് മുരളീധരൻ പരാതി നൽകിയത്. BJP പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നും രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവന അതിന് ഉദാഹരണമാണെന്നും മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പരാജയം ഉറപ്പിച്ചതിന്റെ വെപ്രാളത്തിലാണ് IPS ഉദ്യോഗസ്ഥയായിരുന്ന ശ്രീലേഖ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ച് പോസ്റ്റ് ഇട്ടതെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി. മുരളീധരന്റെ പരാതിക്ക് പിന്നാലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈബർ പോലീസിനെ സമീപിക്കുകയും പോസ്റ്റ് നീക്കം ചെയ്യുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് ശ്രീലേഖ നടത്തിയതെന്നും തിരഞ്ഞെടുപ്പ് ദിവസം പ്രീ പോൾ സർവേ പങ്കുവയ്ക്കാൻ പാടില്ല എന്നും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. അതേസമയം മറ്റൊരു ഏജൻസിയാണ് പ്രീ പോൾ സർവേ നടത്തിയതെന്നും അത് പങ്കുവയ്ക്കുന്നതിൽ എന്താണ് തെറ്റെന്നും ശ്രീലേഖ പ്രതികരിച്ചു. താൻ ചെയ്ത സർവേ അല്ലെന്നും മറ്റാരോ ചെയ്ത സർവേയാണ് താൻ പങ്കുവച്ചതെന്നും ശ്രീലേഖ കൂട്ടിച്ചേർത്തു.